നമുക്ക് ചുറ്റും നടന്ന വളരെ രസകരമായ ഒരു കൂട്ടം സംഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെ തീർച്ചയായും ചിരിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പണി കുറയ്ക്കാനായി ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുന്ന വളരെ ഇന്റലിജന്റ് ആയ ചില പണിക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടം ഇന്റലിജന്റ് പണിക്കാരുടെ വിദ്യ കണ്ടോളൂ. അപ്പൊ എന്തായാലും അവരുടെ പ്ലാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു. ഒരേ വൈബുള്ള രണ്ടുപേർ ഒരു റോട്ടിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നെ നടന്നത് ചരിത്രം. My biological name is Michael Elias Jackson Elias Vikram Elias. ഒരുമിച്ചിരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ ചേച്ചിമാർ. മംഗൈനമും മന്നീനമും കുലം ഗുണമും എന്ന് പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഇരിക്കുന്ന പാലം പൊട്ടി വീഴുന്നത് എന്തൊരു കഷ്ടമാണ്. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. കണ്ണുകെട്ടി കളിയൊക്കെ പലരും കളിച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും. അത്തരത്തിൽ വളരെ സംഭവബഹുലമായ ഒരു കണ്ണുകെട്ടി കളിയാണ് ഇനി നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. എന്നെ അനുഗ്രഹിക്കണം. ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. കളി ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. അയ്യോ, എന്റെ കാഴ്ച പോയി. നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ ആരുമില്ല ആരുമില്ല ആരുമില്ല. ആരുമില്ലേ? സൈക്കോപാത്തായ ഒരു കാക്കയെ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്റെ ഒച്ചയേക്കാൻ പറ്റൂല. ഇന്റെ നേരിൽ കണ്ട നായിരവും കാണാൻ തുടങ്ങി. ഓനും എന്റെ ഭാര്യയും രണ്ട് കാക്കകള് നാളെ വാങ്ങണത്. ഇപ്പം പറയണത് ഈ കാക്ക കുനിഞ്ഞ ഞാൻ അപ്പൊ ഒന്നും കൊട്ടുന്നത്. അവിടെ എവിടെയെല്ലാം നോക്ക്. ഇനി വരുക ഇല്ലല്ലേ, പേടിക്കലാണ്. ഞാൻ കേട്ടോ ആ മരത്തേക്ക് ഞാൻ എത്തിക്കും. അമ്മ ഒച്ചയേക്കാനും പറ്റൂല. അതല്ല, അപ്പൊ ഇവനെ മാത്രമുള്ളത് ഈ വീട്ടില്. ഇന്റെ തൊപ്പിട്ട് അമ്മേനെ വരെ കുത്തിയാണ്ട് അവസ്ഥ. ഇതിപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ആ കാക്ക വെറുതെ ഇരുന്ന സമയത്ത് ഇവൻ വല്ല കല്ലോ മറ്റോട് തെറിഞ്ഞ് അതിന് പ്രതികാരം വന്ന് ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ ഇവനോട് പ്രതികാരം വീട്ടാനായി ആരുടെയെങ്കിലും പ്രേതം ഈ കാക്കയുടെ ദേഹത്ത് കയറിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സംഗതിയുടെ സിനിമക്കുള്ള വകുപ്പുണ്ട്. 2012 ഈച്ച ഇറങ്ങിയതുപോലെ 2023 കാക്ക. ഇനി എന്തായാലും അടുത്തതായി കാക്കയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കേട്ടു നോക്കാം. ഈ ചോദ്യത്തിന് ആൻസർ അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും വേണം. കാക്കയും കൊക്കും തമ്മിൽ ഡിഫറൻസ് എന്താ? ആലോചിച്ച് പറയണം.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേജർ ഡിഫറൻസ്. ഭയങ്കര വലുതായിട്ട് ഇന്റർജാറ്റ് ക്വസ്റ്റ്യൻ ആണ്. മേജർ ഡിഫറൻസ്. പേരൊന്നല്ല, അക്ഷയ് എന്നാണോ പേര്? അക്ഷയ്. കാക്ക കുളിച്ചാൽ കൊക്കാണ്. കാക്ക പറക്കും, കൊക്കു പറക്കുന്നു. മനസ്സിലായില്ല. കാക്കി കൊക്കുണ്ട്, കൊക്കിന് കാക്കല്ല. അടുത്തതായി നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു വെഡിങ് ഫോട്ടോഷൂട്ടാണ്. പക്ഷെ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഫോട്ടോഗ്രാഫർ ആക്ച്വലി വീഡിയോ ആണ് എടുത്തത്. ഇവിടെ മമ്മീനെ നോക്കി ചിരിക്കൂ. എല്ലാരും അപ്പൂപ്പനെ നോക്കി ചിരിക്കൂ. പൊട്ടിച്ചിരിക്കൂ. ഇനി നമുക്ക് അടുത്തതായി കേരളക്കര കണ്ട ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമുകളിൽ ഒന്ന് കാണാം. നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ, ഞാൻ അവളെ കിട്ടും. അവൾ എന്റെ പെണ്ണ. നീ അവളെ കെട്ടും. തള്ളുന്നോടാ. നിന്നെ കൊല്ലോടാ ഞാൻ. നിന്നെ കൊല്ലും ഞാൻ. നിന്നെ കൊല്ലോടാ ഞാൻ. കൊല്ലോടാ ഞാൻ നിന്നെ. ആക്ഷൻ സീനുകളായാലും ക്യാമറ വർക്കായാലും ഡബ്ബിംഗ് ആയാലും കംപ്ലീറ്റ് സമ്പൂർണമായ ഒരു ഷോർട്ട് ഫിലിമാണിത്. അതും ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അത് എടുത്തിട്ടുമുണ്ട്. ആക്ടിങ്ങിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട, 2 അഭിനയ കുലപതികളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മികച്ച ഒരു ഷോർട്ട് ഫിലിം കേരളത്തിന് സമ്മാനിച്ചതിന് ആ ഷോർട്ട് ഫിലിമിന്റെ ടീമിന് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. പാരമ്പര്യമായി പേടിയില്ലാത്ത ഒരാൾ യന്ത്രഊഞ്ഞാലിൽ കയറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇല്ലെങ്കിൽ വൈകാതെ അറിയാം. ഷെഫിക, യന്ത്രൂഞ്ഞാലിനെ പറ്റി എന്താ എന്റെ ഒരു അഭിപ്രായം? യന്ത്രൂഞ്ഞാലിനെ പറ്റി എന്താ? നമ്മളെത്ര നമുക്ക് ആ പേടിയൊന്നുമില്ല. നമ്മള് പാരമ്പര്യമായി പേടില്ലാത്ത. A few moments later. പ്ലെയിനിൽ കയറിയ ശേഷം കാറ്റ് കൊള്ളാനാണെന്ന് തോന്നുന്നു പ്ലെയിനിന്റെ വിൻഡോ തുറക്കാൻ ശ്രമിക്കുകയാണ് ഈ പെൺകുട്ടി. അവിടെ ലോക്ക് ഉണ്ട്, തുറന്നോ. ഗ്ലാസ് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ സ്വിച്ച് ഉണ്ട്. അതിനൊക്കെ ഓപ്പൺ ആവും. ആ സൈഡാണോ? ആ സൈഡാണോ നിങ്ങള്? ആ റെഡ് ബട്ടൺ ഞെക്കിയത് ഓപ്പൺ ആവും. ആ റെഡ് ബട്ടൺ ഞെക്കിയത് ഓപ്പൺ ആവും. എമർജൻസി എക്സിറ്റ് തുറന്നു ചാടും. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ? കണ്ണു കിടന്നില്ലേ? ആ പച്ചക്കിപ്പുറത്തുണ്ടല്ലോ, ആ പച്ചക്കിപ്പുറത്ത്. ഈ കുട്ടിയെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടത് എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു അഡ്വൈസ് തരാം. കൂടുതൽ കാലം ജീവിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കുക.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.